ഓക്കെ, കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ട ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഡേ ഡ്രീമറും അല്ലെങ്കിൽ ഒരു ആക്ഷൻ ടേക്കറും നമ്മളെ ഡിഫറൻസ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കറക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും നമ്മൾ പല ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, എങ്ങനെ ഒരു നല്ലൊരു ആക്ഷൻ ടേക്കർ ആകാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് ഡൗട്ടുണ്ടാവും. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പല ആൾക്കാർക്കും ഒരു എയിം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ട്, ബട്ട് അതെങ്ങനെ ആക്ഷനാക്കി മാറ്റണം, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. സോ ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു എയിം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അവിടെ ഒരു ഡേ ഡ്രീമർ ആവുന്നതിന് പകരം എങ്ങനെ ഒരു ആക്ഷൻ ടേക്കർ ആകുന്നു എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങളോട് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബി. സോ ഈ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഞാൻ എൻ്റെ യൂട്യൂബിനെ ഞാൻ സ്ട്രക്ചർ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞുതരാം. അത് നമുക്ക് കണക്ട് ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ഓക്കെ, സോ നമ്മളൊരു ഡേ ഡ്രീമിൽ നിന്ന് ഒരു ആക്ഷൻ ടേക്കർ ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രീം എനിക്കത് ചെയ്യണതിനുള്ളവർ ആഗ്രഹിച്ച ആൾക്കാരിൽ നിന്നും നേരെ ഒരു നമ്മളൊരു ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റെപ്പ് പറയാൻ പോകുന്നത്. സോ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളെ ഗോള് നമ്മൾ കറക്റ്റ് ഡിഫൈൻ ചെയ്യണം. നമുക്കൊരു കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണം നമ്മളെ ഗോളിൽ എന്താണെന്നുള്ളത്. ഞാൻ കറക്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു ഗോൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാം, എനിക്ക് യൂട്യൂബിൽ നല്ല സക്സസ് ആവണം, എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വരണം. ഇത് ഒരു ടൈപ്പ് ഗോളാണ്. സെക്കൻഡ് ടൈപ്പ് ഗോൾ എന്ന് പറയുന്നത്, 2025 കഴിയുന്നതിനുള്ളിൽ എൻ്റെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് 50,000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ക്രോസ് ചെയ്തിരിക്കും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റണം, പറയാൻ പറ്റണം. അത് എനിത്തിങ്, നിങ്ങൾക്ക് നിങ്ങളെ ഗോൾ എന്താണോ അത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു ടീഷർട്ടിൻ്റെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണെന്ന് നോക്കിയോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഗോൾ വെക്കാം. എനിക്കൊരു ടീഷർട്ടിൻ്റെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങനെ ഗോൾ വെക്കാം, 2025 ഓഗസ്റ്റ് കഴിയുന്നതിനുള്ളിലായിട്ട് ഞാൻ എൻ്റെ ടീഷർട്ടിൻ്റെ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്താക്കാൻ പറ്റണം, ഓരോ ഡേറ്റും ഡെഡ് ലൈനും പറഞ്ഞിട്ട് നിങ്ങളെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ക്ലാരിറ്റി. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ ഗോൾ ഫിക്സ് ചെയ്യാൻ വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി നിങ്ങളെ ഗോൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു 50% നിങ്ങളെ വർക്ക് കഴിഞ്ഞാണ് അതിനർത്ഥം. സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെയിലി സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പല ആൾക്കാരും പ്രശ്നം പറയുന്നത്, ഇവരിതിൻ്റെ എൻഡ് റിസൾട്ടാണ് നോക്കുക. അതായത് ഒരു ചാനൽ തുടങ്ങണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളതിൻ്റെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്, ആ എൻഡ് റിസൾട്ട് ഇല്ല, അത് ഇവർ ആദ്യം എക്സ്പെക്ട് ചെയ്യും. എനിക്ക് ഒറ്റയടിക്ക് തന്നെ 1000 ടീഷർട്ട് വൺഡേ നമ്മൾ ലോഞ്ച് ചെയ്താൽ തന്നെ സെല്ലായി പോകണം, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇവർ എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്റ്റേഷൻ മാറ്റി വെച്ചിട്ട് ഒരു സിസ്റ്റം നിങ്ങൾ ആ ഒരു ബിസിനസ്സിൽ നിങ്ങളെ ഗോൾ നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ച് എനിക്ക് മന്ത്ലി 15 വീഡിയോസ് വേണം. ഞാൻ ഇപ്പോൾ ആവറേജ് പറയുകയാണ്, എനിക്ക് മന്ത്ലി 15 ലോങ് വീഡിയോസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, തിങ്കളാഴ്ച ഞാൻ എന്താക്കും, അടുത്ത 5 അല്ലെങ്കിൽ 6 ദിവസത്തിലേക്കുള്ള 3 വീഡിയോസ് അല്ലെങ്കിൽ 4 വീഡിയോസ് തിങ്കളാഴ്ച ഞാൻ ഷൂട്ട് ചെയ്യും. ഓക്കെ, നൈറ്റ് എത്ര ടൈം ഞാൻ എന്താക്കും ഷൂട്ട് ചെയ്യും, അതിൻ്റെ സിസ്റ്റമാണ്. ഓക്കെ, ഞാൻ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും എന്താക്കും, ഇതിന് വേണ്ടിയിട്ട് എന്താക്കും, എഡിറ്റിങ്ങിന് ടൈം സ്പെൻഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ സിസ്റ്റമാണ്. ഞാൻ അടുത്തൊരു ദിവസം ഞാൻ എന്താക്കും, ആ ഒരു വീക്കിൽ വരാനുള്ള തംബ്നെയിൽസിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കും, ഒരു ഡേ ഞാൻ മാറ്റി വെക്കും. ഇങ്ങനെ ഓരോ ദിവസം ഞാൻ എന്താക്കും, കറക്റ്റ് ഓരോ എനിക്ക് ആവശ്യമുള്ള സാധനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് ആ ദിവസങ്ങൾ ഞാൻ ആ വർക്ക് തീർത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കറക്റ്റ് ശ്രദ്ധിക്കാം. ആ ദിവസത്തിൽ ഞാൻ എന്താണോ എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് അത് തീർത്തിട്ടുണ്ടോ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ സിസ്റ്റം ഞാൻ കറക്റ്റ് ഫോളോ ചെയ്യുക. ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടും. അല്ലാണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടാവില്ല, അതിനൊരു ഓർഡർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എൻഡ് റിസൾട്ട് എന്തായാലും താളം തെറ്റും. കാരണം നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആവും, നമ്മൾ വിചാരിച്ചൊരു സാധനം വരില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആ ഒരു ഡെയിലി സിസ്റ്റം ബിൽഡ് ചെയ്യുക. ആ സിസ്റ്റം നിങ്ങൾ എന്താക്കുക, ബിൽഡ് ചെയ്ത സിസ്റ്റം നിങ്ങൾ എന്താക്കുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 75% കഴിഞ്ഞിട്ടുണ്ട്. ഇനി പല ആൾക്കാരും ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എക്സിക്യൂഷൻ. ഓക്കെ, എക്സിക്യൂഷൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെയിലി സിസ്റ്റം ബിൽഡ് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, ഓക്കെ, അത് ഉണ്ടാക്കിയ ആ ഒരു സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ എന്താക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സിക്യൂഷൻ, നമ്മളത് അവിടെ തുടങ്ങുകയാണ്. ഓക്കെ, അത് നടത്തുകയാണ്. ഓക്കെ, ഇത് നടത്തുന്ന സമയത്ത് എന്തായാലും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് നടത്തണം, എനിക്കിത് ചെയ്യണം എന്നുള്ള മോട്ടിവേഷൻ നിങ്ങളുള്ളിൽ ഒരിക്കലും ഉണ്ടാവില്ല. ബട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ ഇമോഷൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ എക്സിക്യൂഷനിലാണ്. നിങ്ങളെ ഇമോഷൻസിന് ഇവിടെ ഒരു രീതിയിലുള്ള ഇമ്പോർട്ടൻസ് വരുന്നില്ല. അന്ന് നിങ്ങളെ ഡെയിലി സിസ്റ്റത്തിൽ ബിൽഡ് ചെയ്യണം. തിങ്കളാഴ്ച ഞാൻ ഷൂട്ട് ചെയ്തിരിക്കും, അന്ന് ഷൂട്ട് ചെയ്തിരിക്കണം. അന്ന് നിങ്ങൾ എത്ര മെൻ്റലി ഓക്കെ അല്ലാന്നുണ്ടെങ്കിലും, അന്ന് നിങ്ങൾ എന്ത് രീതിയിലുള്ള മെൻ്റൽ പ്രഷറിലാണെന്നുണ്ടെങ്കിലും, അന്ന് ഉണ്ടാക്കിയ പണി എന്താണോ അത് നിങ്ങൾ ചെയ്തിരിക്കണം.
ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ മൂന്നാമതായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം, ഞാൻ ബിൽഡ് ചെയ്ത ആ ഒരു സിസ്റ്റം, അത് ഞാൻ ഫോളോ ചെയ്തിരിക്കും, അത് ഞാൻ കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്തിരിക്കും എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ ഡ്രീമിൻ്റെ ആക്ഷനിലേക്ക് ആക്കുന്ന സ്റ്റെപ്പിൻ്റെ 95% കഴിഞ്ഞു. ഇത് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വെച്ച ഡെഡ് ലൈൻ ഉണ്ടല്ലോ, ആ ഡെഡ് ലൈൻ എത്തുന്നതിന് മുമ്പ് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രാക്ക് യുവർ പ്രോഗ്രസ്. അതായത് നമ്മൾ എന്താക്കി നല്ലൊരു ഗോൾ ഡിഫൈൻ ചെയ്ത്, ക്ലാരിറ്റിയോട് കൂടി ഒരു ഗോൾ ഡിഫൈൻ ചെയ്ത്, സെക്കൻഡ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത്, തേർഡ് ആ ഒരു ബിൽഡ് ചെയ്ത സിസ്റ്റം കറക്റ്റ് നമ്മൾ എന്താക്കി ഇമോഷൻസിനൊക്കെ മാറ്റി നിർത്തി എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത്. ഇനി ഫോർത്ത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് കറക്റ്റ് ട്രാക്ക് ചെയ്തിട്ട് അതിനുവേണ്ടി ചേഞ്ചസ് വരുത്താം. അതിന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്സ് നോക്കിയിട്ട് ബെറ്റർ ഫീഡ്ബാക്ക്സ് അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൽ വേണ്ടി ചേഞ്ചസ് കൊടുക്കുക. ഈ ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ നാലാമതായിട്ട് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം, 4 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളുടെ ഡേ ഡ്രീമറിൽ നിന്ന് നിങ്ങൾ നേരെ ഒരു ആക്ഷൻ ടേക്കറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ എന്താക്കേണ്ടത്, എന്തൊരു കാര്യം നിങ്ങൾ എക്സിക്യൂഷനിലേക്ക് അല്ലെങ്കിൽ അത് റിയൽ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മളെ ഗോൾ നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. ഈ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ വെറുതെ അത് പറയല്ല, അതിനൊരു ഡെഡ് ലൈൻ കൊടുത്ത് അതിനൊരു സ്പെസിഫിക് ആക്കിയും കൂടെ പറയാൻ പറ്റണം. സെക്കൻഡ് എന്ന് പറഞ്ഞത്, ആ ഉണ്ടാക്കിയ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഒരു കറക്റ്റ് സിസ്റ്റമാക്കി ബിൽഡ് ചെയ്യുക. അതാണ് നിങ്ങൾ സെക്കൻഡ് ചെയ്യേണ്ടത്. തേർഡ് എന്ന് പറഞ്ഞത്, എന്ത് ഇമോഷൻസ് വന്നാലും നിങ്ങളെ മൈൻഡ് എത്ര സ്ട്രെസ്ഡ് ആണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ആ ഇമോഷൻസിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ എക്സിക്യൂഷൻ നടത്തുക. ആ ദിവസം അല്ലെങ്കിൽ മൺഡേ എന്ന് പറഞ്ഞ ദിവസം ഞാൻ ഇന്നത് ചെയ്യുന്നതാണ് നിങ്ങളെ സിസ്റ്റത്തിൽ നിങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൺഡേ നിങ്ങൾ ചെയ്തിരിക്കണം. അന്ന് നിങ്ങൾക്ക് എത്ര മെൻ്റൽ പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ എന്താക്കണം, ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് എക്സെപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങളെ പറഞ്ഞില്ല, ഭാര്യ മരിച്ചുപോയി അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് കൂടി പോകണം, അതൊക്കെ നിങ്ങൾക്ക് എക്സെപ്ഷൻസ് ആണ്. പക്ഷേ ഞാൻ അവിടെ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. എന്തൊക്കെ മടി അല്ലെങ്കിൽ നമുക്കൊരു ഉള്ളൊന്നും തോന്നുകയാണ്, എനിക്കിതൊന്നും പറ്റില്ല, ഇന്ന് തീരെ മൂഡില്ല, എനിക്കൊന്നൊരു എനർജി ഇല്ല, അങ്ങനെ എന്ത് തോന്നിയാലും അതെടുത്ത് കളഞ്ഞോളാം. ആ പണി നിങ്ങൾ എന്താക്കണം, ഒന്ന് ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പ്, ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് ട്രാക്ക് ചെയ്യുക. എന്തൊക്കെ മാറ്റങ്ങളാണ് എവിടേക്കാണ് വന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ആ മാറ്റം വന്നത് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെ കറക്റ്റ് നിങ്ങൾ എന്താക്കുക, ട്രാക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് എന്താക്കുക വരുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നടത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുന്ന കാര്യം ഉറപ്പാണ്. കാരണം എൻ്റെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 4 സ്റ്റെപ്സ് അല്ലെങ്കിൽ 4 പ്രൊസീജിയർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും താഴത്ത് എന്താക്കുക, കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ആ ഫ്രണ്ട്സിന് എന്താക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാതെ വരെ ബൈ.